പേര് ലിനോ. ഞാൻ +2 എടുത്തത് സയൻസ് സ്ട്രീമാണ്. പക്ഷേ ഞാൻ അപ്പിയർ ചെയ്യുന്നത് CUET എക്കണോമിക്സാണ് ഞാൻ എഴുതിയത്. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സാണ്. ഞാൻ എഴുതിയ പേപ്പറുകളെന്ന് പറയുന്നത് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, പിന്നെ അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ്. ഇതിനകത്ത് ഇംഗ്ലീഷും എക്കണോമിക്സും നല്ല എളുപ്പമായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് അത്യാവശ്യം പാടായിരുന്നു. ഇംഗ്ലീഷും എക്കണോമിക്സും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ജനറൽ ടെസ്റ്റ് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെതെന്ന് വെച്ചാൽ റീഡിങ് കോംപ്രിഹെൻഷൻ, ഗ്രാമർ, ഈ ഭാഗത്ത് നിന്നെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമായിരുന്നു, അത് വായിച്ച് തന്നെ കിട്ടുന്നതൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നിരുന്നത്. പിന്നെ ജനറൽ ടെസ്റ്റിൽ നിന്ന് അത്യാവശ്യം എല്ലാ ഭാഗവും തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫിക്കൽട്ടി പറയുകയാണെങ്കിൽ മോഡറേറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈസി ടു മോഡറേറ്റ് ആണ് ഇംഗ്ലീഷും എക്കണോമിക്സും എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടാണ് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ നോക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ചാൽ ഹൈദരാബാദ്, ജാമിയ, പിന്നെ പോണ്ടിച്ചേരി, തമിഴ്നാട്, കർണാടക, ഈ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് നോക്കുന്നത്. CUET പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലത് തന്നെയാണ്. ഡിഫിക്കൽട്ടി ലെവൽ അത്യാവശ്യം മോഡറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സബ്ജക്റ്റ് വൈസ് വ്യത്യാസം കാണുമായിരിക്കും. ഞാൻ എടുക്കുന്ന എക്കണോമിക്സ് ആയതുകൊണ്ട് എക്കണോമിക്സിന് അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. പിന്നെ പ്രപ്പോയ്സിൽ പറയുവാണെങ്കിൽ, പ്രപ്പോയ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രപ്പോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് എനിക്ക് നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രപ്പോയ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ CUET നന്നായിട്ട് അപ്പിയർ ചെയ്തത്. എക്കണോമിക്സ് ഞാൻ എടുക്കാത്തതുകൊണ്ട് തന്നെ അതിൽ ക്ലാസ്സെല്ലാം പ്രപ്പോയ്സിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പഠിച്ചത്. പിന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം എന്നെ ഒരുപാട് എഴുതിയതിൽ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു. പ്രത്യേകിച്ച് ഇംഗ്ലീഷും എക്കണോമിക്സും ജനറൽ ടെസ്റ്റും. ജനറൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ GK അധികം നോക്കിയിട്ടില്ലായിരുന്നു. ബാക്കി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങുമാണ് കൂടുതലായിട്ട് നോക്കിയത്.